ഇന്ന് ഞാനിവിടെ പറയുന്നത് മോഹൻലാലിൻ്റെ ഇക്കാലത്തെയും മറ്റൊരു മനോഹര മലയാള ചലച്ചിത്രം പക്ഷേ. ചിത്രത്തിൻ്റെ പേര് പക്ഷേ. 1994 ഈ ചിത്രം റിലീസായത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ. ബാലചന്ദ്രൻ IAS എന്ന വേഷമാണ് മോഹൻലാൽ ഇതിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിശ്രുത വധുവായി അഭിനയിക്കുന്നത് ശോഭന, നന്ദിനി മേനോൻ, നന്ദിനിക്കുട്ടി ആണ്. അവർ കുട്ടിക്കാലം മുതൽ തന്നെ ഇഷ്ടത്തിലാണ്. അപ്പം രണ്ട് വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ വിവാഹം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ബാലചന്ദ്രൻ നല്ല മിടുക്കനായിട്ട് പഠിച്ച് IAS പാസ്സായി. പാസ്സായി. പക്ഷേ ബാലചന്ദ്രൻ്റെ വീട്ടിൽ ബാലചന്ദ്രൻ്റെ അച്ഛൻ കുറച്ച് കടങ്ങളൊക്കെ അച്ഛന് ഉണ്ടായിരുന്നു. ബാലചന്ദ്രൻ്റെ അച്ഛനായിട്ട് വേഷം ചെയ്യുന്നത് കരമന ജനാർദ്ദനൻ നായരാണ്. അമ്മയായിട്ട് സുകുമാരി, ബാലചന്ദ്രൻ്റെ അമ്മ വേഷം ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ വരുത്തിയ കുറേ കടങ്ങൾ തീർക്കുക എന്ന ബാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ തൂങ്ങി മരിച്ചു, കടഭാരങ്ങളാൽ തൂങ്ങി മരിച്ചു. അപ്പോൾ വീടിൻ്റെ നെടുംതൂണായി മാറിയ ആളാണ് ബാലചന്ദ്രൻ IAS. സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കണം. അതുപോലെ തന്നെ അച്ഛൻ വാങ്ങിയ കടം എല്ലാം തീർക്കണം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം നിലനിൽക്കുന്ന ഒരു സമയം വന്നു. അപ്പോൾ ഈ അവസരത്തിൽ ബാലചന്ദ്രന് കടവുമൊക്കെ ആയതുകൊണ്ട് നന്ദിനിക്കുട്ടിയെ അവരുടെ വീട്ടുകാർ ഈ ബന്ധത്തിൽ നിന്നും വിലക്കി. ഇനി അങ്ങോട്ട് പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെർമിറ്റ് ചെയ്തില്ല. ബാലചന്ദ്രനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെയെല്ലാം അവർ തടസ്സപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതൊരു കഥ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ബാലചന്ദ്രൻ മേനോൻ്റെ കടങ്ങളെല്ലാം തീർത്ത് കുടുംബത്തെ കരകയറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ വരുന്നു. അതൊരു വിവാഹമായിരുന്നു. അതായത് വിക്രമൻ എന്ന വലിയ സമ്പന്നനായ ഒരു കോൺട്രാക്ടറുടെ മകളുടെ വിവാഹാലോചന ബാലചന്ദ്രൻ IASന് വരുന്നു. അവർക്കിപ്പോൾ ഒരു IAS എന്ന ഒരു പദവി മാത്രം മതി. അത് നോക്കിയാണ് വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർ ബാലചന്ദ്രൻ്റെ കടങ്ങളെല്ലാം തീർത്തു കൊടുക്കാം എന്ന് സമ്പന്നനായ വിക്രമൻ കോൺട്രാക്ടർ പറഞ്ഞു. വിക്രമൻ കോൺട്രാക്ടറായിട്ട് വേഷം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ അന്തരിച്ച നടൻ തിലകനാണ്. തിലകൻ സാറാണ് ആ രംഗം വളരെ അതിമനോഹരമായിട്ട്, കോൺട്രാക്ടറുടെ രംഗം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു. അത് തിലകൻ്റെ കൈകളിൽ ആ റോൾ വളരെ ഭദ്രം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളായിട്ട് വേഷം ചെയ്യുന്നത് ശാന്തി കൃഷ്ണ എന്ന മികച്ച നടിയായിരുന്നു. രാജി എന്ന് പറയും. അപ്പം രാജേശ്വരിയെ ഇദ്ദേഹം വിവാഹം കഴിക്കുവാൻ നിർബന്ധിതനായി. ഇത് നന്ദിനിക്കുട്ടിയോട് ഈ വിവരം അറിയിച്ചപ്പോൾ നന്ദിനിക്കുട്ടി പറഞ്ഞത്, ഈ വിവാഹം കഴിച്ച് ബാലചന്ദ്രൻ കടങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടണം, എന്നെ മറന്നേക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊരു വാക്ക് കൊടുക്കുകയാണ്. കുടുംബത്തെ രക്ഷിക്കൂ, കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവൻ, അതായത് ത്യാഗം ചെയ്യുവാൻ ഇവർ രണ്ടുപേരും തയ്യാറായി. അപ്പോൾ ബാലചന്ദ്രൻ IAS രാജേശ്വരിയെ വിവാഹം കഴിക്കുന്നു. വിവാഹം
കഴിച്ചു. വീട്ടിലെ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർത്ത് കഴിഞ്ഞു. പിന്നെ നാട് വിട്ട് അദ്ദേഹം രാജിയുടെ വീട്ടിലാണ് കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഉയർന്ന IAS ഓഫീസറാണ്. അപ്പോഴേ അദ്ദേഹത്തെ കറപ്ഷൻസൊക്കെ ചെയ്യുവാൻ ഈ ഫാദർ ഇൻ ലോ അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. അദ്ദേഹത്തിന് പരിചയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ടവർക്കെല്ലാം പല അഴിമതികളും ഈ IAS ഓഫീസർ ചെയ്യണമെന്ന് പറയുന്നു. അതിനെ ഇദ്ദേഹം എതിർക്കുമ്പോൾ ഫാദർ ഇൻ ലോയും മരുമകനും തമ്മിൽ തെറ്റിപ്പിരിയാനിടയാകുന്നു. അപ്പോൾ ഇത്രയും കാലം ഈ രാജേശ്വരി എന്ന മകൾ, അദ്ദേഹത്തിൻ്റെ ബാലചന്ദ്രൻ IASൻ്റെ ഭാര്യ, ഇദ്ദേഹത്തോട് ഒരു പണത്തിൻ്റെ ഹുങ്ക് ഒക്കെ കാണിച്ചു. കുടുംബത്തിൽ ഈ ബാലചന്ദ്രൻ IAS യാതൊരു മനസ്സിന് സ്നേഹമൊന്നും കിട്ടാതെ ആണ് യാന്ത്രികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ വീട്ടുകാരുമായിട്ടും ഭാര്യയുമായും ഭാര്യയുടെ അച്ഛനുമായിട്ടുമൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ആ വീട്ടിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ വീട് വിട്ട് ദൂരേക്ക് പോയൊരു റിസോർട്ടിൽ താമസിക്കുന്നു. അപ്പോൾ അദ്ദേഹം പല ഉപദേശങ്ങളും തേടുന്ന ആളാണിതിൽ MG സോമൻ. അദ്ദേഹം റവന്യൂ സെക്രട്ടറിയാണ്, IAS ഓഫീസറാണ്. MG സോമനാണ് IAS ഓഫീസറായിട്ട് വേഷം ചെയ്യുന്നത്. ശിവദാസ മേനോൻ IAS. അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്നും അദ്ദേഹം ഒറ്റപ്പെട്ടിങ്ങനെ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി ഒരു റിസോർട്ടിൽ താമസിക്കുന്നു. വലിയ വിരഹദുഃഖം. അങ്ങനെ അവിടെ അല്പം ജോലിയിൽ നിന്നും കുടുംബത്തിലെ പശ്ചാത്തലത്തിൽ നിന്നും ഒക്കെ അല്പം റിലാക്സേഷൻ, മനസ്സിന് ശാന്തിയും സമാധാനവും കണ്ട് എത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വീട് വിട്ട് മാറി താമസിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ആ റിസോർട്ടിൽ കൂടെ വന്നു പോകുന്ന ഒരാളിനെ കാണുവാനിടയായി. അതായത് ഇന്നസെൻറ്റ്, ഈനാശു എന്ന് പറയും. അദ്ദേഹം ഒരു വലിയ തമാശയൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊക്കെ കൂട്ടുകൂടി ഒക്കെ അവിടെ ഇരുന്ന് സമയം കളയുന്നു. മനസ്സൊക്കെ നല്ല ഒരു റിലാക്സേഷനിലെത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ശിവദാസ മേനോൻ IAS അദ്ദേഹം വന്ന് പറയുന്നു, ഫാദർ ഇൻ ലോ ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഡിവോഴ്സ് പേപ്പറൊക്കെ ഒപ്പിട്ട് ബാലചന്ദ്രൻ കൊടുത്തു വിടുന്നു. അപ്പോൾ എന്തായാലും രാജേശ്വരി എന്ന ഭാര്യ രാജിയെ അദ്ദേഹം മനസ്സിൽ നിന്നും തുടച്ചു മാറ്റുന്നു. ഇനി അവരോടൊപ്പം ഉള്ള ഒരു ജീവിതം ഇനി തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മനസ്സിൽ നിന്നും തുടച്ച് മാറ്റുന്നു. അങ്ങനെ ഇരിക്കെ ആ റിസോർട്ടിൽ മറ്റൊരു കോട്ടേജിൽ താമസിക്കുന്ന തൻ്റെ പഴയ കൂട്ടുകാരിയെ നന്ദിനിക്കുട്ടിയെ അദ്ദേഹം അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കാണുന്നു. അപ്പം നന്ദിനിക്കുട്ടിയെ കണ്ടപ്പോൾ, നന്ദിനിക്കുട്ടി വലിയ എഴുത്തുകാരിയാണ്, റിനൗണ്ട് പേഴ്സണാണ് നന്ദിനിക്കുട്ടി അപ്പോഴും വിവാഹിതയല്ല, വിവാഹം കഴിച്ചിട്ടില്ല, അവിവാഹിതയായിട്ട് ജീവിതം തുടരുകയാണ്. അപ്പോൾ അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. വീണ്ടും നമുക്ക് ഒന്നിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്നിക്കാമെന്നിങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാര്യ രാജി, അതായത് ശാന്തികൃഷ്ണയാണ് വേഷം ചെയ്തിരിക്കുന്നത്, രാജേശ്വരിയും മക്കളും ഇദ്ദേഹത്തെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. എത്രയായാലും സ്വന്തം ഭാര്യയും മക്കളുമല്ലേ,
അവരെ തള്ളിപ്പറയുവാനൊക്കത്തില്ല ഇനിയും. കാരണം അവരെ വിട്ടൊരു ജീവിതം അദ്ദേഹത്തിന് ഇനി സാധ്യമല്ല. പ്രത്യേകിച്ച് ഭാര്യ മാപ്പ് ചോദിച്ചിരിക്കുന്നു. ഭാര്യയുടെ അഹങ്കാരം എല്ലാം ശമിച്ചു. ഇപ്പോൾ ഇത് യഥാർത്ഥ പെണ്ണായിട്ടൊരു ഭാര്യയായിട്ടടുത്ത് വന്നു നിൽക്കുന്നു. അപ്പോൾ അവരോടൊപ്പം പോകുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുകാരി നന്ദിനി അറിഞ്ഞു. നന്ദിനി പിന്നെയും നന്ദിനിക്ക് വീണ്ടും അദ്ദേഹവുമായിട്ട് ഒന്നിക്കുവാൻ സാധിക്കുന്നില്ല. അതൊരു വലിയ ദുഃഖമായിട്ട് പര്യവസാനിക്കുന്നു. അദ്ദേഹം മനസ്സോടെ രാജേശ്വരിയോടൊപ്പം പോകുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ ജഗതി ശ്രീകുമാർ വിക്രമൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വളരെ നല്ല റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഗണേഷ് കുമാർ നന്ദിനിക്കുട്ടിയുടെ സഹോദരനായിട്ട് വേഷം ചെയ്തിരിക്കുന്നു. വേണു നാഗവള്ളി ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിവിധ വളരെ നല്ല ഒരു സിനിമയാണ്. പക്ഷേ നല്ലൊരു കഥയാണ്, നല്ല തിരക്കഥയാണ്, എന്തുകൊണ്ടും മികച്ച സിനിമയാണ്. തിലകൻ്റെ അഭിനയം വളരെ മനോഹരമായിട്ടുണ്ട്. കോൺട്രാക്ടർ വിക്രമനായിട്ടുള്ള അഭിനയം വളരെ മികച്ച ഒന്നായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് റവന്യൂ മിനിസ്റ്ററായിട്ട് സ്പടികം ജോർജ് അഭിനയിക്കുന്നു. കൃഷ്ണപ്രസാദ് അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ മോഹൻ. മ്യൂസിക് ജോൺസൻ്റെയാണ് മ്യൂസിക്. ഗാനരചന കെ ജയകുമാർ. അപ്പോൾ ഇതിലെ ഗാനങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടാണ് ചൊരുക്കി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാണ് ഇതിൽ ഉള്ളത്. അതുപോലെ സൂര്യാംശോരോ വയൽപ്പൂവിലും എന്ന് തുടങ്ങുന്ന ഗാനം, ഇങ്ങനെ ഉള്ള മോവന്തിയായി എന്തൊക്കെ തുടങ്ങുന്ന ഗാനങ്ങൾ അതിമനോഹരമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. യേശുദാസ്, ചിത്ര തുടങ്ങിയവരെല്ലാം ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു. 1994 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. അങ്ങനെ വളരെ വേണു നാഗവള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ എന്ന കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ശോഭന നന്ദിനിക്കുട്ടി, അങ്ങനെ എല്ലാം കൊണ്ടും തിലകൻ്റെയും ജഗതി ശ്രീകുമാറിൻ്റെയും ഇന്നസെൻറ്റിൻ്റെയും ശോഭന, ശാന്തികൃഷ്ണ, സുകുമാരി, കരമന ജനാർദ്ദനൻ നായർ, ഇവരുടെ ഗണേഷ് കുമാർ, ഇവരുടെ എല്ലാ അഭിനയം അതിമനോഹരമായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ നന്ദിനിക്കുട്ടിയുമായിട്ടുള്ള പ്രണയം വളരെ മനോഹരമായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടേജിൽ താമസിക്കുമ്പോൾ ഈനാശുവിൻ്റെ തമാശകൾ ഒക്കെ വളരെ മനോഹരമായിരുന്നു. ശോഭനയും മോഹൻലാലും തമ്മിലുള്ള രംഗം പതിവ് പോലെ തന്നെ നല്ല പ്രണയരംഗമാണ് രണ്ടുപേരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ സംഗീതം, ഛായാഗ്രഹണം എല്ലാം തന്നെ വളരെ നന്നായിരുന്നു. അപ്പോൾ 1994 കാലഘട്ടം എന്ന് പറയുന്ന അന്നത്തെ ആ കാലഘട്ടം തൊഴിൽരഹിതർ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വീട്ടിലെ കടം, ഒരു മൂത്ത മകനുണ്ടെങ്കിൽ ആ മകൻ്റെ ചുമലിൽ വരുന്ന കുടുംബഭാരം, ഇതൊക്കെയാണ് ഈ കഥയിൽ. അത് താങ്ങുവാൻ അദ്ദേഹം കടന്ന് ബുദ്ധിമുട്ടുക, പഠിച്ച IAS എടുത്തൊരു ജോലി നേടി. പക്ഷേ എന്നിട്ടും സമാധാന ജീവിതത്തിൽ കിട്ടുന്നില്ല. കാരണം അന്നത്തെ ചെറുപ്പക്കാർ കൂടുതൽ പേർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നല്ലൊരു ജോലി കിട്ടിയാലും അദ്ദേഹം ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും
മുക്കാലല്ല, ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യണം. അങ്ങനെയൊരു ഉള്ള ഒരു കഥ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കുടുംബ ബാധ്യത ഏറ്റെടുക്കുവാൻ വിധിക്കപ്പെട്ട മൂത്ത പുത്രൻ ബാലചന്ദ്രമേനോൻ IAS നേടിയിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാതൊരു സമാധാനവും ലഭിക്കുന്നില്ല. ഇങ്ങനെ അതീവ മനോഹരമായിട്ടാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ്. അതായത് നന്ദിനിക്കുട്ടിയും ബാലചന്ദ്രനും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ എല്ലാം കാണുന്നത് ഗ്രാമീണ പശ്ചാത്തലം വളരെ മനോഹരമായിട്ട് ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ നോക്കിയിരുന്നാലും ഇതിലെ വസ്ത്രാലങ്കാരം എല്ലാം അഭിനയം എല്ലാം തന്നെ മികച്ചതായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഈ സിനിമ കണ്ടാൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമാകില്ല. നമുക്ക് മനസ്സിൻ്റെ ടെൻഷനൊക്കെ കുറയ്ക്കുന്നതിനും റിലാക്സേഷനും എല്ലാം വളരെ മികച്ച ഒരു നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. 94കളിലെ സിനിമ, അന്ന് നമ്മൾ കൂടുതലും കാസറ്റുകളും ഒക്കെ ഇട്ടായിരുന്നു സിനിമ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വീഡിയോ പ്ലെയറിലൂടെയൊക്കെ നമ്മൾ കണ്ടു. കൂടുതൽ ആളുകളും അങ്ങനെയൊക്കെയാണ് കണ്ടത്. തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിലും അങ്ങനെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കാണുവാൻ ആഗ്രഹിച്ച മനോഹരമായ കോമഡി, സസ്പെൻസ്, പ്രണയം ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ സിനിമ എന്നും മോഹൻലാലിൻ്റെ പേര് എഴുതി ചേർക്കുന്നത് വളരെയധികം ഒരു തങ്കലിപികളിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ അഭിനയം നമുക്ക് ഓർത്തു വയ്ക്കുവാൻ സാധിക്കുന്നത്. മോഹൻലാലിൻ്റെ മറ്റൊരു മനോഹര ചിത്രം എന്ന് വേണം ഇതിനെ പറയുവാൻ. മോഹൻലാലിൻ്റെ ചിത്രം, മോഹൻലാൽ, ശോഭന, തിലകൻ, ശാന്തികൃഷ്ണ, ഇന്നസെൻ്റ് കൂട്ടുകെട്ട്, അതിൽ പിറന്ന ഒരു നല്ല മനോഹര സിനിമ എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കുവാൻ. ഇതിന് പല വിശേഷണങ്ങളും നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരൻ്റെ കഥ, ഒരു കുടുംബ പശ്ചാത്തലം, കുടുംബത്തിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കുന്നത്, ഗ്രാമീണ പശ്ചാത്തലം, ഗ്രാമത്തിൽ കാണുവാൻ കഴിയുന്ന കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും, കുടുംബനാഥന്മാരുടെ അതായത് നെട്ടോട്ടം ഓടേണ്ട അവസ്ഥ, കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പലപ്പോഴും കുടുംബനാഥന് കഴിയാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളും ഈ കഥയിലൂടെ കഥാകാരൻ, സംവിധായകൻ നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു. അങ്ങനെ അതീവ മനോഹരമായ ഒരു സിനിമ, എക്കാലത്തെയും മികച്ച സിനിമ തന്നെയായിരുന്നു ഈ പക്ഷേ എന്ന് പറയുന്നത്. അതിൽ പക്ഷേ എന്ന അതിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ മനോഹരം അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അത്രമാത്രം കണ്ടില്ലേ ആ ഗ്രാമീണ പശ്ചാത്തലം. ഇത് കോട്ടേജിൽ താമസിക്കുമ്പോഴുള്ള രംഗമാണ് ഈ ചിത്രീകരിക്കുന്നത്. ഇത് ഗ്രാമീണ പശ്ചാത്തലം, നന്ദിനിക്കുട്ടിയും ബാലേട്ടനും തമ്മിലുള്ള രംഗങ്ങൾ ആണ് ഇവിടെ കാണുന്നത്. ഇത് ആ കോട്ടേജിൽ അവർ 3 പേരും അടുത്ത് താമസിക്കുന്ന രംഗങ്ങൾ കാണിച്ചു തരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നന്ദിനിക്കുട്ടിയുടെ അഭിനയം എത്ര പറഞ്ഞാലും നമുക്ക് വാക്കുകളില്ല, മതി വരില്ല. നന്ദിനിയായിട്ടുള്ള ശോഭന വളരെ മിടുക്കിയായ ഒരു അഭിനേത്രിയാണ്. അതുപോലെ എടുത്തു പറയത്തക്ക അഭിനയം തന്നെയാണ് ശാന്തികൃഷ്ണ കാഴ്ചവെച്ചിരിക്കുന്നത്. തിലകൻ്റെ അഭിനയം പറയുകയാണെങ്കിൽ അതിഗംഭീരം എന്ന് വേണം നമുക്കിതിൽ പറയുവാൻ. ഇതിലെ എല്ലാവരുടെ അഭിനയം ഒന്നിനൊന്നിന് മികച്ച അഭിനയം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറിൻ്റെ അഭിനയം, മികച്ച കോമഡി താരമായ ജഗതി ശ്രീകുമാറിൻ്റെ അഭിനയം വളരെ 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 ഹൃദയസ്പർശിയായ രംഗമായിരുന്നു. നല്ല ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിന് വെള്ളിത്തിരയിൽ തിളങ്ങുവാൻ സാധിച്ചു. എന്തുകൊണ്ടും മനോഹരമായ ഒരു ചിത്രം തന്നെയായിരുന്നു പക്ഷേ എന്നതിൽ യാതൊരു സംശയവുമില്ല. നന്ദിനിക്കുട്ടി ഒരു നാടൻ പെൺകുട്ടിയായിട്ടാണിതിൽ വേഷം ചെയ്യുന്നത്. പ്രത്യേകിച്ച് 94കളിൽ 90കളിലൊക്കെയുള്ള ആളുകളുടെ വേഷവും ഒക്കെ കൂടുതലും ഇങ്ങനെ തന്നെയാണ്. അന്ന് വലിയ പച്ചപ്പരിഷ്കാരികളൊന്നുമില്ലല്ലോ. നാട്ടിൻപുറത്ത് ജീവിക്കുന്ന 2 നായകനും
നായികയും അവരെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അവരുടെ പ്രണയരംഗങ്ങൾ, വീട്ടുകാരവരെ വളരെ അവരെ അവരുടെ പ്രണയം വീട്ടുകാർ അംഗീകരിച്ചിരുന്നു. ഭാവിയിൽ അവർ വധൂവരന്മാരാകണം, വിവാഹിതരാകണം എന്ന് വീട്ടുകാർ അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് അച്ഛൻ്റെ മരണം സംഭവിക്കുന്നതും കുടുംബഭാരം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചുമലിലാവുകയും ചെയ്യുന്നു. ചുമലിലാകുമ്പോൾ ഈ നന്ദിനിക്കുട്ടി എന്ന് പറയുമ്പം വലിയ സമ്പന്നയായ ഒരു വീട്ടിലെ കുട്ടി തന്നെയാണ് നന്ദിനിക്കുട്ടി. അപ്പം ബാലചന്ദ്രന് IAS കിട്ടി, പക്ഷേ അദ്ദേഹത്തിന് കുടുംബഭാരം കാരണം നൂരുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നന്ദിനിക്കുട്ടിയെയും ബാലനെയും അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം നന്ദിനിക്കുട്ടിയുടെ വീട്ടുകാർ വെട്ടിമുറിക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് ബാലചന്ദ്രനെ കാണുവാൻ അവൾ അലൗഡല്ല. വീട്ടുകാർ അവളെ അനുവദിക്കുന്നില്ല. അങ്ങനെ വീട്ടിൽ പൂട്ടിയിടുകയും അങ്ങനെ ഇവർക്ക് തമ്മിൽ പരസ്പരം കാണുവാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും വന്ന് വളരെ മനോഹരമായിട്ട് അവരുടെ രംഗങ്ങൾ എല്ലാം തന്നെ ഗ്രാമീണ പശ്ചാത്തലത്തിലും ഒക്കെ ഈ സിനിമ ആസ്വാദകരെ നല്ല ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ പ്രേക്ഷകരും എല്ലാ പ്രായത്തിലുള്ളവരും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടതായിട്ട് ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. നിറഞ്ഞ തിയേറ്ററുകളിൽ ഈ ചിത്രം ഒരുപാട് ദിവസം ഈ ചിത്രം ഓടുകയുണ്ടായി. ഇതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയി എന്ന് തന്നെ വേണം പറയുവാൻ. നല്ല കളക്ഷൻ, കൊമേഴ്സ്യലായിട്ട് നല്ല ലാഭം കൊയ്ത ഒരു പടം തന്നെയായിരുന്നു. പക്ഷേ വളരെ മികച്ച സിനിമയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിലേറ്റവും എല്ലാവരും തന്നെ ശോഭന വേഷം ചെയ്യുന്ന നന്ദിനിക്കുട്ടി, മോഹൻലാൽ വേഷം ചെയ്യുന്ന ബാലചന്ദ്രൻ എല്ലാം ഒന്നിനൊന്നിന് മികച്ച അഭിനയമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ല ഗാനങ്ങൾ, ഗാനരചന, ഛായാഗ്രഹണം എല്ലാം കൊണ്ടും മികച്ച സിനിമയാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നിസ്സംശയം പറയാം, മോഹൻലാൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മികച്ച പടങ്ങളിൽ ഒന്നു തന്നെയാണ്. പക്ഷേ എല്ലാം ഛായാഗ്രഹണം, ഇതിൻ്റെ അഭിനയം, വസ്ത്രാലങ്കാരം, കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ വസ്ത്രാലങ്കാരം, ശോഭനയും മോഹൻലാലും തമ്മിലുള്ള സൈക്കിളിലുള്ള യാത്രയും ഒക്കെ വളരെ മനോഹരമായിട്ട് ഇതിൽ ഛായാഗ്രാഹകൻ ചിത്രീകരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. കൂടുതലും ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇതിൽ എടുത്തു പറയുന്നു. ഇത് വളരെ നല്ല ഒരു സിനിമയാണ് എന്നതിൽ സംശയമില്ല.